കേരളീയ വാസ്തുവിദ്യാ സവിശേഷത കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും സഞ്ചാരികളുടെ മനസ്സിലെ പറുദീസയാണ് കോയിക്കൽ കൊട്ടാരം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1677-684 കാലത്ത് വേണാട് രാജവംശത്തിലെ ഉമയമ്മ റാണിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. റാണിയുടെ ഭരണകാലത്ത് മുകിലൻ എന്നു പേരുള്ള ഒരു പോരാളി തിരുവനന്തപുരത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് മണക്കാട് വന്ന് തമ്പടിച്ചിരുന്നു. ആ സമയത്ത് റാണി തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട്ടേക്ക് ആസ്ഥാനം മാറ്റി അവിടെ നിലയുറപ്പിക്കുകയായിരുന്നുവെന്നാണ് ചില ചരിത്രരേഖകൾ പറയുന്നത്. വള്ളത്തിന്റെ ആകൃതിയിൽ വളഞ്ഞ് ഇരുനിലയായാണ് കൊട്ടാരത്തിന്റെ നിർമ്മിതി. അമൂല്യമായ പല വസ്തുക്കളുടെയും ശേഖരം കൊണ്ട് സമ്പന്നമാണ് കോയിക്കൽ കൊട്ടാരം. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഈ കൊട്ടാര കാഴ്ചകളിലേക്ക് എത്തി നോക്കാത്ത ചരിത്രാന്വേഷികൾ കുറവായിരിക്കും. പുരാതന സംഗീതോപകരണങ്ങളും നാണയ ശേഖരണവും അതിൽ എടുത്തു പറയേണ്ടവയാണ്. കേരളത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ, നാടൻ കലകളുടെ മാതൃകകൾ, കലാകാരന്മാരുടെ വേഷവിധാനങ്ങൾ, ആടയാഭരണങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത്യപൂർവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചന്ദ്രവളയം എന്ന വാദ്യോപകരണവും കൊട്ടാരത്തിലെ നാടൻ കലാ മ്യൂസിയത്തിലുണ്ട്. ചന്ദ്രവളയം പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥലവും കോയിക്കൽ കൊട്ടാരമാണ്. ശ്രീരാമന്റെ കഥ നാടൻ പാട്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് രാമകഥാപാട്ട്. രാമകഥാപാട്ടിന്റെ താളമിടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ചന്ദ്രവളയം. മരത്തിൽ പണിതീർത്തിരിക്കുന്ന സാരംഗിയും ഈ ഫോക്ലോർ മ്യൂസിയത്തിലെ പ്രധാന കാഴ്ചകളിലൊന്നാണ്. ഇതിനു പുറമെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചു വന്ന ആടയാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പുരാതന വാണിജ്യ ബന്ധവും തനത് നാണയ വ്യവസ്ഥയുടെ ചരിത്രവും വ്യക്തമാക്കുന്ന കേരളത്തിൽ നിന്ന് ലഭിച്ച പുരാതന നാണയങ്ങളുടെ ശേഖരണവും കോയിക്കൽ കൊട്ടാരത്തിലുണ്ട്. പഴയ നാണയങ്ങളായ ഒറ്റപ്പുത്തൻ, ഇരട്ടപ്പുത്തൻ, കലിയുഗരായൻ പണം എന്നിവ ഇവിടെ കാണാം. യേശുക്രിസ്തുവിന് സമ്മാനിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ വിവരിച്ചിട്ടുള്ള അമൈദ എന്ന നാണയവും ഈ ശേഖരത്തിലുണ്ട്. ഇതിനു പുറമെ സംസ്കാരത്തെയും മനുഷ്യ ജീവിതത്തെയും വിപണിയെയും കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന അളവുതൂക്ക ഉപകരണങ്ങൾ, മറ്റ് ജീവനോപാധി സാമഗ്രികളും ഇവിടെ പ്രദർശനത്തിനുണ്ട്. 1992 ഈ കൊട്ടാരത്തെ ഫോക്ലോർ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയമാക്കി മാറ്റിയത്. കേരള സർക്കാരിന്റെ കീഴിൽ സംരക്ഷിത ചരിത്ര സ്മാരകമാണിപ്പോൾ കോയിക്കൽ കൊട്ടാരം. നിലവിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടിക്കറ്റ് നിരക്കുകൾ. കൊട്ടാരത്തിന് പുറത്ത് മാത്രമേ വീഡിയോ ചിത്രീകരണം അനുവദനീയമുള്ളൂ. കൊട്ടാരത്തിനകത്ത് വിവിധ പ്രദർശന വസ്തുക്കളുടെ ഫോട്ടോ മാത്രമേ എടുക്കാൻ അനുവാദമുള്ളൂ.